തൃശൂർ പൂരം നടത്തിപ്പ് ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗം തുടങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ അധ്യക്ഷതയിലാണ് യോഗം. പൂരം സാധാരണ പോലെ നടത്തണമെന്ന നിലപാട് ദേവസ്വങ്ങൾ യോഗത്തിൽ അറിയിക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു സർക്കാർ വിളിച്ച യോഗം ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കളക്ട്രേറ്റിലാണ് യോഗം നടക്കുന്നത്. യോഗം ആരംഭിച്ചിരിക്കുകയാണ്. മന്ത്രിമാരായ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ, റവന്യൂ മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, തൃശ്ശൂരിന്റെ എം പി കൂടിയായ സുരേഷ് ഗോപിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാർ, വിവിധ പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കം വിവിധ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം വിവിധ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വങ്ങളാണ്. ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ തിരുവമ്പാടി, പാറമേക്കാവ്, അതുപോലെ തന്നെ വിവിധ ഘടക ക്ഷേത്രങ്ങൾ ഈ പൂരം നടത്തിപ്പിന്റെ ഭാഗമാണ്. ആ ക്ഷേത്രങ്ങളുടെ പ്രതിനിധികൾ, അങ്ങനെ എല്ലാവരും തന്നെ ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പൂരം ഇനി എങ്ങനെ നടത്തണം എന്നുള്ള ഒരു കാര്യമാണ് ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. ഈ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം എത്ര ആഘോഷം വേണ്ട എന്നുള്ളൊരു അഭിപ്രായം പല കോണുകളിൽ നിന്നൊക്കെ ഉയർന്നിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇനി പൂരം നടത്തിപ്പ് എങ്ങനെ വേണം എന്നുള്ളൊരു കാര്യത്തിൽ ആശയക്കുഴപ്പമുള്ളത്. പ്രത്യേകിച്ച് ഈ വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണ് ആശയക്കുഴപ്പം. അല്ലെങ്കിൽ അത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു തീരുമാനം ഇല്ലാതെ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി കഴിയും. കാരണം ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് വേണ്ട, അത് ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് പല ആളുകളും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെതാണ് ഈ മുണ്ടത്തിക്കോട് കത്തിപ്പോയ ആ ഒരു വെടിക്കെട്ട് പുര എന്ന് പറയുന്ന, അവർക്ക് വേണ്ടി സാധനങ്ങൾ നിർമ്മിക്കുന്നതാണ് മുണ്ടത്തിക്കോട്ടെ ഈ പുര എന്ന് പറയുന്നത്. വെടിക്കെട്ട് വേണ്ട എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും, അതിൽ മടത്തിൽ വരവും ഇലഞ്ഞിത്ര മേളവും കുടമാറ്റവും അങ്ങനെ എല്ലാം അതേ എങ്ങനെയാണോ എത്ര ആനകളുടെ അകമ്പടിയോടെ ആ ഒരു പ്രൗഢിയോടെ തന്നെ നടക്കണമെന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. പാറമേക്കാവിനും ആ ഒരു നിർദ്ദേശം തന്നെയാണുള്ളത്. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ വെടിക്കെട്ട് വേണമെന്നൊരു ആവശ്യവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് വേണ്ട, പകരം പ്രധാന വെടിക്കെട്ടും പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ടും വേണം, പകൽ വെടിക്കെട്ടും വേണം എന്നുള്ളതാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. ഏതായാലും ഈ യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിക്കും. വിശദമായി തന്നെ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന യോഗമാണ്. സർക്കാരിൻ്റെ അഭിപ്രായം ഇവരെ കേട്ട ശേഷം സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മന്ത്രി വി.എൻ. വാസവൻ അടക്കം നേരത്തെ പറഞ്ഞത് ഈ യോഗത്തിന് മുമ്പ് കയറുന്നതിന് മുമ്പ് എല്ലാവരെയും കേട്ട ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നുള്ളതാണ്. അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും യോഗം ഇപ്പോൾ തുടരുകയാണ്. 10:30 കൂടിയാണ് യോഗം ആരംഭിച്ചത്. മന്ത്രിമാരടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, എന്തായാലും തൃശൂർ പൂരം നടത്തിപ്പ് ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗം ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. പൂരം സാധാരണ പോലെ നടത്തണമെന്ന നിലപാട് ദേവസ്വങ്ങൾ യോഗത്തിൽ അറിയിക്കാനാണ് സാധ്യതയുള്ളത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.